ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എന്ന എക്സാമിൽ നമ്മുടെ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കുഞ്ഞു പോർഷനാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. അപ്പം ഇതെന്താ, ഡോപ്ലർ എഫക്റ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സിലബസിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു കുഞ്ഞു സെക്ഷനാണ്. അതായത് സൗണ്ട് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സെക്ഷനാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് അതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും അതെന്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോപ്ലർ എഫക്റ്റ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞു സെക്ഷനാണ്. അത് നമുക്ക് പഠിച്ചാലോ? അപ്പം നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. അപ്പം എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്? എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ സൗണ്ട് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? സൗണ്ട് ഒരു സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ് റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മുടെ സിലബസിൽ ഡോപ്ലർ എഫക്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോപ്ലർ എഫക്റ്റിൽ നമുക്ക് രണ്ട് പേരാണ് വരുന്നത്. ഒന്ന് സോഴ്സും മറ്റൊന്ന് ലിസണറുമാണ് വരുന്നത്. എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം. എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതാണ് സോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഉത്ഭവിക്കുന്ന ഒന്നാണ് സോഴ്സ് എന്ന് പറയുന്നത്. സൗണ്ട് ഉത്ഭവിക്കുന്ന ഒരു ഉറവിടമായിട്ട് പറയാം സോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിസീവർ അഥവാ ലിസണർ എന്ന് പറയുമ്പോൾ എന്താണ്? ലിസണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സൗണ്ടിനെ റിസീവ് ചെയ്യുന്ന ആളാണ് റിസീവർ അഥവാ ലിസണർ എന്ന് പറയുന്നത്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും സൗണ്ട് റിസീവ് ചെയ്യുന്നതാണ് ലിസണർ. അതായത് സൗണ്ട് കേൾക്കുന്ന വ്യക്തിയാണ് ലിസണർ എന്ന് പറയുന്നത്. അത് റിസീവർ അല്ലെങ്കിൽ ഒബ്സർവർ എന്ന് പറഞ്ഞ് പല പേരുകളിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ സോഴ്സും ലിസണറും എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് നമുക്ക് പഠിച്ചാലോ? എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ എയ്തർ ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ഓർ റിസീവർ ഓർ ബോത്ത്. അതായത് നമ്മുടെ ലിസണറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിസണർ, സൗണ്ട് കേൾക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ലിസണർ എന്ന് പറയുന്നത്. അപ്പം ലിസണറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. അപ്പം എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാകുന്നത്? എയ്തർ ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ്. അതായത് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിൻ്റെ മോഷൻ, അല്ലെങ്കിൽ ഈ സൗണ്ട് കേൾക്കുന്ന റിസീവറിൻ്റെ മോഷൻ, അവരുടെ ചലനം, ആരുടെയൊക്കെയാണ്? സോഴ്സിൻ്റെ ചലനം അല്ലെങ്കിൽ റിസീവറിൻ്റെ ചലനം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചലിക്കുന്നു. അപ്പം ആ ചലനം വഴി ഉണ്ടാകുന്ന ഒരു ഫ്രീക്വൻസി ചേഞ്ച്, അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ എയ്തർ ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ഓർ റിസീവർ ഓർ ബോത്ത്. അതായത് ഒന്നുകിൽ സോഴ്സിൻ്റെ അല്ലെങ്കിൽ റിസീവറിൻ്റെ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരുടെയും റിലേറ്റീവ് മോഷൻ. അതായത് റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരമുള്ള മോഷൻ. ഇപ്പോൾ സോഴ്സ് ചിലപ്പോൾ ചലിക്കുമ്പോൾ ലിസണർ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ലിസണർ ചലിക്കുമ്പോൾ സോഴ്സ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും, നമ്മുടെ സോഴ്സ് ആയിക്കോട്ടെ ലിസണർ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും എന്തിലായിരിക്കും? ചലനത്തിലായിരിക്കും അഥവാ മോഷനിലായിരിക്കും. അപ്പം അങ്ങനെ ചലിക്കുന്നത് വഴി സൗണ്ടിനുണ്ടാകുന്ന ഫ്രീക്വൻസി ചേഞ്ച്, അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡോപ്ലർ എഫക്റ്റ് ഇൻവെന്റ് ചെയ്ത ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ. ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഡോപ്ലർ എഫക്റ്റ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന കണ്ടുപിടിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഡോപ്ലർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട സോഴ്സ് എന്താണ്, ലിസണർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോഴ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് സൗണ്ട് ഉത്ഭവിച്ച് വരുന്ന ഉറവിടമാണ് സോഴ്സ് എന്ന് പറയുന്നത്. സൗണ്ട് എവിടെ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലിസണർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട്
കേൾക്കുന്ന വ്യക്തി, സൗണ്ട് കേൾക്കുന്ന വ്യക്തിനെയാണ് എന്താണ് ലിസണർ അഥവാ റിസീവർ അഥവാ ഒബ്സർവർ എന്ന് പറഞ്ഞ് പല പേരിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പം ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ലിസണർക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, അതായത് ലിസണർ ആണല്ലോ ശബ്ദം കേൾക്കുന്നത്. അപ്പം ആ ലിസണർക്ക് എന്താണ് അയാൾ ഈ ശബ്ദം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റ്, ഈ ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിക്ക് കാരണം എന്താണ്? എയ്തർ ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ്, അതായത് സോഴ്സിന്റെ റിലേറ്റീവ് മോഷൻ കാരണം, അല്ലെങ്കിൽ ലിസണറിന്റെ അല്ലെങ്കിൽ റിസീവറിന്റെ റിലേറ്റീവ് മോഷൻ കാരണം, അതും അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും റിലേറ്റീവ് മോഷൻ കാരണമാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, സൗണ്ട് വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുന്നത്. സൗണ്ട് വേവ്സ്. അപ്പം സൗണ്ടിന്റെ ഏത് പ്രോപ്പർട്ടിയിലാണ് ഇവിടെ ചേഞ്ച് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടിയിലാണ് ചേഞ്ച് വരുന്നത്? സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് ചേഞ്ച് വരുന്നത്. ഓർക്കുക, സൗണ്ടിന്റെ ഫ്രീക്വൻസി അഥവാ മലയാളത്തിൽ നമ്മൾ അതിനെ ആവൃത്തി എന്ന് പറയും. അതായത് സൗണ്ടിന്റെ ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നതെന്ന് ഓർക്കുക. അപ്പം അതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡോപ്ലർ എഫക്റ്റിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മളെല്ലാവരും എന്താണ്, നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും ആംബുലൻസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഈ ആംബുലൻസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ, അതായത് നമ്മുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഈ ആംബുലൻസിൽ നിന്ന് എന്താണ് സൈറൻ, ആ സൈറനാണ് ആംബുലൻസിൽ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആംബുലൻസിലെ സൈറനിൽ നിന്ന് വരുന്ന ശബ്ദം അത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ് വളരെ എന്താണ് ഹൈ പിച്ചിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് നമ്മളിൽ നിന്നും അകന്നകന്ന് പോകുമ്പോൾ അതിൻ്റെ പിച്ച് എന്താണ്, ആ സൗണ്ടിൻ്റെ പിച്ച് എന്താണ്, കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാണ് ലിസണർ എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആംബുലൻസിൽ നിന്ന് വരുന്ന, ആ സൈറനിൽ നിന്ന് വരുന്ന ആ ശബ്ദം. നോക്കിക്കേ എല്ലാവരും, ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ഇവിടെ ഒരു ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്, ഒബ്സർവർ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ ആദ്യത്തെ സോഴ്സ് കണ്ടോ, ഇത് ആദ്യം ഒരു സ്റ്റേഷനറി സൗണ്ട് സോഴ്സ് ആയിരുന്നു. അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്, അഥവാ അത് ചലനത്തിനാണ്. അതായത് ഇവിടെ ഒബ്സർവർ റെസ്റ്റിലാണ്, പകരം നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ചലിക്കുന്നു, അഥവാ സോഴ്സ് ഇവിടെ മോഷനിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പം സോഴ്സ് ഇവിടെ നോക്കിക്കേ മോഷനിലാണ്. അപ്പോൾ സോഴ്സിൽ നിന്നും സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ നോക്കിക്കേ, അവിടെ ആംബുലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവറിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. അപ്പോൾ അകന്നു പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വ്യക്തി കേൾക്കുന്ന ആ സൗണ്ടിന്റെ പിച്ച് എന്ന് പറയുന്ന എന്താണ്? കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഒരു ലിസണർക്ക് സൗണ്ടിന്റെ ഫ്രീക്വൻസിയിൽ എന്താണ്? ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ചിൽ ഉണ്ടാകുന്ന അപ്പാരന്റ് ചേഞ്ച് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്സർവർക്ക് ഈ പറയുന്ന ആംബുലൻസ് അടുത്തേക്ക് വരുമ്പം സൗണ്ട് എന്താണ്? നല്ല ഹൈ പിച്ചിൽ കേൾക്കുകയാണ്. ഇനി അടുത്ത ആംബുലൻസ് അയാളിൽ നിന്നും അകന്നു പോകുമ്പോഴത്തേക്കും സൗണ്ട് എന്താണ്? വളരെ നേർത്തതായിട്ടേ കേൾക്കുള്ളൂ. അതായത് ആദ്യം അതായത് അടുത്തേക്ക് വന്നപ്പോൾ കേട്ട അത്രയും ഹൈ പിച്ചിലായിരിക്കില്ല രണ്ടാമത് അകന്നു പോയപ്പോൾ കേട്ടിട്ടുണ്ടാവുക. അതാണ് എക്സാമ്പിൾ പറയുന്നത്. അതായത് ദ ചേഞ്ച് ഇൻ പിച്ച് ഓഫ് എ സൈറൻ ഓഫ് ആൻ ആംബുലൻസ് അപ്രോച്ചസ്, അതായത് ആംബുലൻസ് അപ്രോച്ച് ചെയ്യുമ്പം എന്താണ്? ഹയർ പിച്ചിലും, ആംബുലൻസ് മൂവ് അവേ, അതായത് ദൂരേക്ക് പോകും തോറും അതെന്താണ്? ലോവർ പിച്ചിലും ആയിരിക്കുമെന്ന് ഓർക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണിത്, ഡോപ്ലർ എഫക്റ്റിൻ്റെ. നമ്മൾ പറഞ്ഞു ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞു? അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ ഈ ഫോർമുലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 2-3 കേസുകളും ഡോപ്ലർ എഫക്റ്റിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഫോർമുല? ആദ്യം എല്ലാവരും ഈ ഫോർമുല കാണാണ്ട് പഠിക്കുക. അതുപോലെ ഈ ഫോർമുലയിൽ വരുന്ന ഈ നൊട്ടേഷൻസും എന്താണ് ഏതാണെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഫോർമുലയിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. നമ്മൾ പറഞ്ഞു ഡോപ്ലർ എഫക്റ്റിൽ എന്താണ്? ലിസണർക്ക് ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നു, സൗണ്ടിന്റെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ആ ലിസണർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത്. അതായത് ന്യൂ ഡാഷ്, ന്യൂ എന്താണ്? അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ന്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ന്യൂ എന്ന് പറയുന്നത്? ന്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. അതായത് ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്
ന്യൂ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്താണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ന്യൂ എന്ന് പറയുന്നത്. അപ്പം ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ദ ലിസണർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് ന്യൂ ഡാഷ് അഥവാ ന്യൂ പ്രൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ന്യൂ പ്രൈം അഥവാ ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ ആണ് ന്യൂ പ്രൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ന്യൂ എന്ന് പറഞ്ഞാൽ? ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ന്യൂ പ്രൈം എന്ന് പറയുമ്പോൾ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ. ഇനി അടുത്ത് നോക്കിക്കേ, വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞു സോഴ്സിൽ നിന്നും വരുന്ന സൗണ്ടിൻ്റെ വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇനി വി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലിസണർ. അതായത് ലിസണർ സൗണ്ട് കേൾക്കുന്നു, അപ്പോൾ അയാളുടെ വെലോസിറ്റി ആണ് വി എൽ എന്ന് പറയുന്നത്. വി എൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലിസണർ. ഇനി വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് സോഴ്സ്. അതായത് സോഴ്സിൽ നിന്നുമാണല്ലോ സൗണ്ട് വരുന്നത്, ആ സൗണ്ടിന്റെ വെലോസിറ്റി വി ആണ്. പക്ഷെ വി എസ് എന്ന് പറഞ്ഞാൽ സോഴ്സിന്റെ വെലോസിറ്റി. അതായത് വെലോസിറ്റി എങ്ങനെയാണ് ഉണ്ടാകുക? മൂവ് ചെയ്യുമ്പോൾ, അതായത് ചലിക്കുമ്പോഴാണല്ലോ വെലോസിറ്റി അഥവാ പ്രവേഗം ഉണ്ടാകുക. അപ്പം ലിസണറിന്റെ വെലോസിറ്റി, ലിസണർ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി വി എല്ലും. ഇനി വി എസ് എന്ന് പറയുന്ന എന്താണ്? വെലോസിറ്റി ഓഫ് സോഴ്സ്, സോഴ്സിന്റെ വെലോസിറ്റി. അപ്പം മാറിപ്പോരുത്, സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ടിന്റെ വെലോസിറ്റി വി ആണ്. ഇനി സോഴ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വി എസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ന്യൂ എന്ന് പറഞ്ഞല്ലോ, അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ ഒരു ന്യൂ കണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂ എന്താണ്? ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി, അതാണ് ന്യൂ എന്ന് പറയുന്നത്. ന്യൂ പ്രൈം ആണ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ, അത് ന്യൂ പ്രൈം ആണ്. ഇനി ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? ന്യൂ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ ആണ് ന്യൂ പ്രൈം എന്ന് പറയുന്നത്. അപ്പം ന്യൂ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ ആണ്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഡോപ്ലർ എഫക്റ്റിൻ്റെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ. കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇക്വേഷനിൽ നിന്നും നമുക്ക് 2-3 കേസുകൾ പഠിക്കാനുണ്ട്, അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇതിലെ നൊട്ടേഷൻസും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക, വി എൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലിസണർ ആണെന്ന് അറിഞ്ഞിരിക്കുക, ഇനി വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സോഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞായിരുന്നു, ആ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കേസുകൾ പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പം ഒരു കേസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ, അതായത് നമുക്ക് സെക്കൻഡ് കേസും തേർഡ് കേസും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹൈപ്രപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മളിപ്പം ഒരു കേസാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആ കേസ് നോക്കിയാലോ? നമ്മുടെ ഫസ്റ്റ് കേസാണ്. അപ്പോൾ ഈ കേസ് റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഇക്വേഷനുമായിട്ടാണ് ഈ കേസ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? ആ ഒരു ഇക്വേഷൻ എന്താണെന്ന് നമുക്കിവിടെ നോട്ട് ചെയ്യാം. എന്തായിരുന്നു ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു, അതായത് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ ആണ് ന്യൂ പ്രൈം. ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ ആണ് നമ്മുടെ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നും എന്താണ്, വി എന്താണ്, വി എൽ എന്താണ്, ന്യൂ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കാര്യം നമ്മുടെ ഈ കേസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് എന്തുകൊണ്ടാണ് അത് അറിഞ്ഞിരിക്കേണ്ട കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? വെൻ സോഴ്സ് ഈസ് മൂവിങ് ആൻഡ് ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്. അതായത് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യാണ്. നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കും പോലെയാണ്. അതായത് ഒബ്സർവർ റെസ്റ്റിലാണ്, അതിൽ സോഴ്സ് മൂവ് ചെയ്യാണ്. സോഴ്സ് മൂവ് ചെയ്യുന്നു, അപ്പോൾ ഒബ്സർവർ അഥവാ ലിസണർ എന്ന് പറയുന്ന എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ 2 സബ് കേസുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ സബ് കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സബ് കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അതായത് സോഴ്സ് ഈസ് മൂവിങ്, അതായത് സോഴ്സ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ദ
ലിസണർ. സോഴ്സ് ലിസണറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ലിസണർ. ടുവേർഡ്സ് ലിസണർ ആണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞത്. ടുവേർഡ്സ് ലിസണർ ആണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കേസിൽ രണ്ട് സബ് കേസുകളാണ്. സെക്കൻഡ് കേസുകൾ എന്ന് പറയുന്നത് സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ. സോഴ്സ് എന്താണ്? ലിസണറിൽ നിന്നും എവേ ആയിട്ട്, എവേ ഫ്രം ലിസണർ ആണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ ഓർക്കുക, ആദ്യത്തെ സബ് കേസ് സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണറും രണ്ടാമത്തേത് എവേ ഫ്രം ദ ലിസണറും എന്ന് പറഞ്ഞിട്ട് രണ്ട് സബ് കേസുകളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം നമ്മുടെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ലിസണർ റെസ്റ്റിലാണ്. അതാണ് നമ്മുടെ മെയിൻ കേസ്. അതിൽ തന്നെ വരുന്ന രണ്ട് സബ് കേസുകളാണ് സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണറും സോഴ്സ് മൂവിങ്, അതായത് എവേ ഫ്രം ദ ലിസണർ. ലിസണറിൽ നിന്നും എവേ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ലിസണറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ രണ്ട് സബ് കേസും പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള കേസാണ്. നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ്? ഈ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. അത് വെച്ചാണ് നമുക്ക് ഇക്വേഷനിൽ ചില ചേഞ്ചസ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് ഇരിക്കട്ടെ. ഈ സോഴ്സിൽ നിന്നും വരുന്ന സൗണ്ട് ആണ്. സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി എന്തായിരുന്നു? ബി ആയിരുന്നു. സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി ബി ആണ്. അപ്പം ഈ പറയുന്ന ലിസണർ എന്താണ്? റെസ്റ്റിലാണ്. ലിസണർ റെസ്റ്റിലാണ്. ഇനി സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലിസണറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി. സോഴ്സിന്റെ വെലോസിറ്റി എന്താണ്? വി എസ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതാണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സിൽ നിന്നും വരുന്ന സൗണ്ട് ആണ് ബി എന്ന് പറയുന്നത്. സോഴ്സിൽ നിന്നും വരുന്ന ആ ഒരു സൗണ്ട് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ലിസണറുടെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി ബി എസ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, എൽ എന്ന് പറയുന്നത് നമ്മുടെ ലിസണർ ആണ്. അപ്പോൾ ഈ ലിസണർ എന്തിലാണ്? റെസ്റ്റിലാണ്. ലിസണർ എന്താണ്? റെസ്റ്റിലാണ്. ലിസണർ അനങ്ങുന്നില്ല, അത് ചലിക്കുന്നില്ല, റെസ്റ്റിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്താണ്? വി എൽ എന്ന് പറയുന്നത്, അതായത് ലിസണറുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ലിസണറുടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ലിസണർ റെസ്റ്റിലാണ്. റെസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആയിരിക്കും. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ വി എസ് എന്ന് പറയുന്ന വെലോസിറ്റി, അതായത് നമ്മുടെ സോഴ്സിന്റെ വെലോസിറ്റി എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിൽ അത് നമ്മൾ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വി എസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നോക്കിക്കേ, ഈ സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി വി ആണ്. അപ്പോൾ നോക്കിയേ, അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? വലത്തേക്ക്, അഥവാ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പം ഈ പറയുന്ന സോഴ്സ് എന്ന് പറയുന്നതും ലിസണറുടെ അടുത്തേക്കാണ് ചലിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷന് സെയിം ആണ്. അതായത് സോഴ്സ് ചലിക്കുന്ന വെലോസിറ്റി വി എസ്, അപ്പോൾ ഈ ഡയറക്ഷനും അതുപോലെ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്ന ആ ഡയറക്ഷൻ, ഈ രണ്ട് ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. സെയിം എന്താണ്? ഡയറക്ഷൻ, അല്ലെങ്കിൽ സെയിം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് രണ്ടും പോകുന്നത്, ഓപ്പോസിറ്റ് സൈഡ് അല്ല, രണ്ടും സെയിം സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം രണ്ടും സെയിം സൈഡിലേക്കാണ്. ഇവിടെ നോക്കുക, സോഴ്സ് എന്ന് പറയുന്നത് ലിസണറുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? വി എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ചേഞ്ചസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു വി മൈനസ് വി എൽ എന്തായിരിക്കും? 0. കാരണം എന്താണ്? നമ്മുടെ ലിസണർ റെസ്റ്റിലാണ്. അതുകൊണ്ട് വി എൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം വി മൈനസ് 0 ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പം അതിന് ഒരു ചേഞ്ചും ഇല്ല. വി എസ് അതുപോലെ തന്നെ ഇതാ, കാരണം അത് പോസിറ്റീവ് വാല്യൂ ആണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് പോസിറ്റീവ് വന്നത്? നമ്മുടെ സൗണ്ട് വേവിന്റെ ഡയറക്ഷൻ നോക്കുക, അത് റൈറ്റിലേക്കാണ്. അപ്പോൾ ആ സൗണ്ട്, ഈ സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് വേവിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അതുപോലെ സോഴ്സ് എന്ന് പറയുന്നത് മൂവിങ് ടുവേർഡ്സ് ലിസണർ, ലിസണറുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? വി എസ് പോസിറ്റീവ് ആയിരിക്കും. രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. വി എസ് പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത്, അതായത് ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പം എന്താ നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്? വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ ആണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലിസണറുടെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? സോഴ്സ് ലിസണറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു എന്താണ്? സൗണ്ടിന്റെ പിച്ച് എന്ന് പറയുന്നത് എന്താണ്? കൂടിയാണ് വരുന്നത്. അതായത് ഈ ലിസണർക്ക് സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വി ബൈ വി മൈനസ് വി എസ്, അതായത് ഡിനോമിനേറ്ററിൽ എന്താ
എന്താണ് നെഗറ്റീവ്, അതായത് സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വാല്യൂ എന്തായിരിക്കും, താഴെ ഒരു ചെറിയ വാല്യൂ വരും. അപ്പം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്കൊരു ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സോഴ്സ് ലിസണറുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ്, അയാൾക്ക് നല്ല രീതിയിൽ ഹൈ പിച്ചിലുള്ള ഒരു ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് നോക്കിക്കേ. സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലിസണറിൽ നിന്നും എവേ ആയിട്ട്, അതായത് ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ലിസണർ. അപ്പം ലിസണർ എന്താണ്, റെസ്റ്റിലാണ്. അപ്പം നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് മൂവ്സ് എവേ ഫ്രം ദ ലിസണർ, ലിസണറിൽ നിന്നും എന്താണ്, എവേ ആയിട്ട്, അതായത് ലിസണർ ഇവിടെ റെസ്റ്റിലാണ്. അപ്പം ലിസണറിൽ നിന്നും എവേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ലെഫ്റ്റിലേക്കുള്ള ഡയറക്ഷനിലേക്കായിരിക്കും സോഴ്സ് മൂവ് ചെയ്യുക വിത്ത് വെലോസിറ്റി BS ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇവിടെയും എന്താണ്, സൗണ്ട് വേവ്സ് നോക്കിക്കേ. സൗണ്ട് വേവ്സ്, അതായത് സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ഇതേ ഡയറക്ഷനിലാണ്. കാരണം ഇത് സോഴ്സ് ആണെങ്കിൽ സോഴ്സിൽ നിന്നും സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എന്താണ്, ലിസണറുടെ അടുത്തേക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ സോഴ്സ് എന്താണ്, ലിസണറിൽ നിന്നും എവേ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയും വെലോസിറ്റി ഓഫ് ലിസണർ 0 ആണ്. കാരണം എന്താണ്, അയാൾ റെസ്റ്റിലാണ്. പക്ഷേ VS എന്ന് പറയുന്ന വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും, ഈ സോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതായത് ലിസണറിൽ നിന്നും എവേ ആയിട്ടാണ്. നമ്മുടെ സൗണ്ടിന്റെ ഡയറക്ഷൻ, സൗണ്ടിന്റെ വെലോസിറ്റി നോക്കിക്കേ, എങ്ങോട്ടേക്കായിരിക്കും, റൈറ്റ് സൈഡിലേക്കായിരിക്കും. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സോഴ്സിന്റെ എന്താണ്, ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോഴ്സിന്റെ വെലോസിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം VS എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇക്വേഷൻ, അതായത് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ലിസണർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ന്യൂ പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ന്യൂ പ്രൈം എന്ന് പറയുന്നത് V-0 ഡിവൈഡഡ് ബൈ V-VS എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇൻറ്റു ന്യൂ എന്ന് പറയുന്ന ഒരു കേസും കൂടെ ഉണ്ട്, ഇൻറ്റു ന്യൂ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, V/V പ്ലസ് VS ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത്. V/V പ്ലസ് VS എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം, സോഴ്സ് ലിസണറിൽ നിന്നും എവേ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ലിസണർക്ക് ആ സോഴ്സിൻ്റെ സൗണ്ടിൻ്റെ പിച്ച് എന്ന് പറയുന്നത്, അതായത് സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ടിൻ്റെ പിച്ച് എന്തായിരിക്കും, വളരെ ചെറുതായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ. അതായത് ലോവർ പിച്ച് ആയിരിക്കും. അയാൾക്ക് ആ ഒരു സോഴ്സ് മൂവ് ചെയ്ത് പോകുമ്പോൾ, നമ്മൾ നേരത്തെ ആംബുലൻസിൻ്റെ കേസ് പറഞ്ഞതുപോലെ എന്താണ്, ആംബുലൻസ് നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ, ആംബുലൻസ് മാത്രമല്ല കേട്ടോ, ട്രെയിനിൻ്റെ കേസ് ആയിക്കോട്ടെ, മറ്റ് വാഹനങ്ങളുടെ കേസ് ആയിക്കോട്ടെ, അത് നമ്മൾ റെസ്റ്റിലായിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്താണ്, മോഷനിലായിരിക്കുമ്പോഴാണെങ്കിലും, അതാണല്ലോ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് അല്ലെങ്കിൽ റിസീവർ അല്ലെങ്കിൽ ബോത്ത് എന്ന് പറഞ്ഞിട്ട് ഡോപ്ലർ എഫക്റ്റിൽ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന സൗണ്ടിൻ്റെ പിച്ച് എന്തായിരിക്കും, കുറഞ്ഞതായിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസ്, അതായത് ഈ രണ്ട് സബ് കേസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സോഴ്സ് മൂവ് ചെയ്യുന്നു, പക്ഷേ ലിസണർ എന്തിലായിരിക്കും, റെസ്റ്റിലായിരിക്കും എന്ന് ഓർക്കുക. അതായത് സോഴ്സ് മൂവ് ചെയ്യുന്നു, പക്ഷേ ലിസണർ റെസ്റ്റിലാണ്. അതിൽ തന്നെ രണ്ട് സബ് കേസുകൾ വരുന്നുണ്ട്. സോഴ്സ് എന്താണ്, ലിസണറുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു കേസും വരുന്നുണ്ട്. അതുപോലെ സോഴ്സ് എന്താണ്, ലിസണറിൽ നിന്നും എവേ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കേസും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സബ് കേസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. കാരണം ഈ ഇക്വേഷൻ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഈ സബ് കേസുകൾ പറയുന്നത്. അപ്പം ഇനിയും അതായത് ഇനിയും കേസുകളുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ വരുന്നത് സോഴ്സ് റെസ്റ്റിലും ലിസണർ മൂവിങ്ങിലും എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അതുപോലെ നമ്മുടെ സോഴ്സും ലിസണറും ഇവർ രണ്ടുപേരും മൂവ് ചെയ്യുന്ന മൂന്നാമതൊരു കേസും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡോപ്ലർ എഫക്റ്റ്, ഡോപ്ലർ എഫക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയിൽ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും, ഒരുപാട് മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ച് വരുന്ന ചില ഫീൽഡ് ഉണ്ട്. അതായത് ഡോപ്ലർ എഫക്റ്റിൽ ഈ ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയിൽ വാല്യൂസ് കിട്ടി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഉപയോഗിച്ച് ചില ഫീൽഡുകളിൽ എന്താണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഡോപ്ലർ എഫക്റ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണത്, ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത് ബൈ പോലീസ് ടു ചെക്ക് ഓവർ സ്പീഡിങ് ഓഫ് വെഹിക്കിൾസ്. അതായത് വെഹിക്കിൾസിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത്
നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കാണാം. അതായത് ഈ എന്താണ് ക്യാമറാസ് വെച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്പീഡ് നോക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തിലായിരിക്കും, നമ്മൾ മോഷനിലായിരിക്കും. അതായത് വാഹനം ചലിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് അവർ മെഷർ ചെയ്യുന്നത് ഡോപ്ലർ എഫക്റ്റിൽ നിന്ന് കിട്ടുന്ന, അതായത് ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷനാണ് പോലീസുകാർ എന്ത് ചെയ്യുന്നത്, വാഹനങ്ങളുടെ വേഗത ചെക്ക് ചെയ്യുന്നത് ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനി രണ്ടാമത്തത് അറ്റ് എയർപോർട്ട്സ് ടു ഗൈഡ് ദ എയർക്രാഫ്റ്റ്, അതായത് എയർക്രാഫ്റ്റിന് എയർപോർട്ട്സിൽ എന്താണ് ഗൈഡ് ചെയ്യാനായിട്ടും ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് ടു സ്റ്റഡി ഹാർട്ട് ബീറ്റ്സ് ആൻഡ് ബ്ലഡ് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ബീറ്റും ബ്ലഡ് ഫ്ലോയും മെഷർ ചെയ്യാനായിട്ടും, അതായത് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടും ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ആപ്ലിക്കേഷൻ ബൈ ആസ്ട്രോഫിസിസ്റ്റ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ആൻഡ് സ്റ്റാർ, അതായത് പ്ലാനറ്റിൻ്റെയും സ്റ്റാർസിൻ്റെയും വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട് ആസ്ട്രോഫിസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് ഫ്രീക്വൻസി ചേഞ്ച്, അതായത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി ചേഞ്ച് എന്താണെന്ന് പഠിച്ചു. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു കേസ്, അവിടെ ഒരു കേസ് മാത്രമല്ല ഉള്ളത്, ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ ട്രാൻസ്വേഴ്സ് ഡോപ്ലർ എഫക്റ്റ് എന്താണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഈ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക്